ഹലോ കൂട്ടുകാരെ, എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലൂടെയാണ് വചനം സംസാരിക്കുന്നത്. ഞാൻ നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ നിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വിശുദ്ധീകരിച്ച് ഏറ്റവും അനുഗ്രഹീതപൂർവമായൊരു ദിവസമായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ഞാൻ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. കാരണം എനിക്ക് ഇത്രയും ഫ്രണ്ട് സർക്കിൾസ്, കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും ഒക്കെ തന്നു. കാരണം എൻ്റെ ഒരു ബർത്ത്ഡേ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ തൊട്ട് എനിക്ക് വരുന്ന വിഷസിനോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിനും വരുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അത്രമാത്രം നിറച്ചും ഗിഫ്റ്റുകളും ഡ്രസ്സായിട്ടും അതുപോലെ എന്താ പറയുക വാച്ചും ഷൂ ഒക്കെ ആയിട്ട് ഞാൻ ഈശോയ്ക്ക് ഓർക്കുകയാണോ എത്രമാത്രം ഈശോ നമ്മളിലൂടെ ഓരോ ബന്ധങ്ങളെ വളർത്തുന്നു, ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കുന്നു. അതിനൊക്കെ നമ്മൾ അവരോടും ഈശോയോടും ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. നമ്മുടെ അപ്പനും അമ്മയും അറിയുന്നതിന് മുൻപ് നമ്മളെ ഉള്ളം കയ്യിൽ ആരറിഞ്ഞു? നമ്മുടെ ഈശോ അറിഞ്ഞിരിക്കുന്നു, നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, ഈശോയെ, നമ്മളിപ്പോൾ ഒരു ഗർഭിണിയാണോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, ഈശോയുടെ തിരക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കണം, ഈശോയുടെ തിരക്തത്താൽ എന്നെ കഴുകണമേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ഒരു പ്രത്യേക തേജസ്, ഈശോയുടെ അനുഗ്രഹവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വെളിപ്പെടും. അപ്പോൾ എല്ലാവരെയും ഈശോ ഈ വചനത്തിലൂടെ പ്രത്യേകം വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കട്ടെ. എല്ലാവരും എനിക്ക് ഈ ജന്മദിനത്തിൽ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. കൂട്ടുകാർ ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.